അത്തം കഴിഞ്ഞ് ചിത്തിരയിലേക്ക് എത്തി. അതായത് ഓണത്തിൻ്റെ രണ്ടാം നാൾ. രണ്ടാം നാളിൽ 2 തരം പൂക്കൾ. നമ്മൾ പ്രത്യേകിച്ച് രണ്ടാം നാളിൽ ഉപയോഗിക്കുന്നത് തുമ്പപ്പൂവാണ്. തുമ്പപ്പൂ വെച്ചിട്ടാണ് നമ്മൾ പൂക്കൾ ഇടേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അത്രയധികം തുമ്പപ്പൂവൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളപ്പൂക്കളുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കണം എന്നാണ് പറയുക. ഓണത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ നമ്മളെപ്പോഴും വൃത്താകൃതിയിലാണല്ലോ പൂക്കൾ ഒരുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ചിത്തിര നാളിൽ 2 വരികളായിട്ടാണ് കേട്ടോ പൂക്കൾ ഒരുക്കേണ്ടത്. അങ്ങനെ ഓരോ നാൾ കൂടുന്തോറും നമ്മുടെ പൂക്കളത്തിൻ്റെ വലിപ്പം ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്നതാണ് പണ്ടത്തെ ആൾക്കാർ ചെയ്തിരുന്നത്. പൂക്കളത്തിൻ്റെ കാര്യം മാത്രമല്ല, ചിത്തിര നാളിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഓണത്തിന് നമ്മൾ തയ്യാറാക്കുന്ന പരമ്പരാഗതമായിട്ടുള്ള കുറേ പലഹാരങ്ങളുണ്ടല്ലോ, അതൊക്കെ തയ്യാറാക്കിയിരുന്നതും ഈ ചിത്തിര നാളിൽ തന്നെയാണ്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഫോളോ ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും, അറിയുന്നവരും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാം ദിവസത്തിൽ 2 വരെയല്ല അതിൽ കൂടുതൽ പൂക്കൾ ഇടുന്നുണ്ട് കേട്ടോ. എന്നാലും ഇതൊരു അറിവാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പൈസ കൊടുത്താൽ പൂക്കൾ കിട്ടും. ആ പൂക്കൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ പൂക്കളിടാം. ഇനി അതുമല്ല, അത്രയും തിരക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് പൂക്കളം കിട്ടും. അതും വാങ്ങിച്ചിടുന്നവരുമാണ് ഇപ്പോഴത്തെ കാലത്തുള്ള കൂടുതൽ ആളുകളും. ഓണത്തിന് ഇങ്ങനെയുള്ള പഴയകാല അറിവുകളും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ പൂക്കളത്തിനെ കുറിച്ചിട്ടും അതിലുപയോഗിക്കേണ്ട പൂക്കളുടെ സവിശേഷതകളെ കുറിച്ചിട്ടും ഓരോ നാളിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഓരോ പൂക്കളെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഒന്ന് പോയി കണ്ടു നോക്കുകയുള്ളൂ.